ഹായ് ഗൈസ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. വിക്രമിൻ്റെ റൂമൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇതൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല നമ്മുടെ നന്ദിനിക്ക്. ഈ വീട്ടിൽ നമ്മളറിയാത്ത എന്തോ രഹസ്യം കിടന്ന് കളിക്കുന്നുണ്ട്. അത് വേദയ്ക്ക് മാത്രമേ അറിയാവൂ. വേദയ്ക്ക് അറിയാമെന്ന് വിനായകേട്ടനും അച്ഛനും വിക്രത്തിനും അറിയാമെന്ന് ശ്രീജയോട് പറയുമ്പോൾ ശ്രീജ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് വേദയും വിക്രമും അമ്പലത്തിൽ തൊഴുത് വേദ വിക്രമിൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടു കൊടുക്കുന്നത് കാണാം. അതിനുശേഷം അവർ ഒരിടത്തിരുന്ന് വേദ വിക്രമിനോട് പറയുന്നു, നിങ്ങൾക്ക് നമ്മുടെ വീട് പഴയ പോലെ ആവണമെന്ന് ആഗ്രഹമില്ലേ? അച്ഛനും മോനും കൂട്ടുകാരെ പോലെ എപ്പോഴും കളിയും ചിരിയും എന്ന് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാ, അങ്ങനെ ഒരു വീടായിരുന്നു നമ്മുടേത്. പക്ഷേ എന്ന് പറയുമ്പോൾ വേദ ഇടയ്ക്ക് കയറി, എന്താ ആ വീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നു. ഈ മണ്ഡലകാലം അതിനൊരു നിമിത്തമാവണം. എല്ലാ കൂട്ടുകെട്ടും ഈ വ്രതമാസം കഴിയുന്നതോടെ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ വിക്രം വേദയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. വീണ്ടും വിക്രം പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. കാര്യം നീ പറഞ്ഞതുപോലെ ഞാൻ മാലയിട്ടതിന് ശേഷം എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്ന്. പിന്നീട് നന്ദിനി വിനായകനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മാറ്റി നിർത്തി വേദ എന്താ പറഞ്ഞത് എന്നറിയണമെന്ന്. വിനായകൻ ആകെ പെട്ടുപോയി. അന്നേരം വേദയും വിക്രമും കൂടി അമ്പലത്തിൽ നിന്നും മടങ്ങുമ്പോൾ വഴിക്ക് വെച്ച് അഭിലാഷും കൂട്ടരും കാറിൽ നിന്നിറങ്ങി വിക്രത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേദ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഇതാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുമല്ലോ.